ഹൈന്ദവ സഹോദരങ്ങൾ രാവിലെ കൃത്യമായി എഴുന്നേറ്റ് അവർക്കൊരു പ്രാർത്ഥനയുണ്ട്. ഹൈന്ദവ സഹോദരങ്ങൾക്ക് രാവിലെ എണീച്ചു കഴിഞ്ഞാൽ കുളിച്ച് ഫ്രഷായി അവർ വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് അവരെന്ത് ചെയ്യും? ദൈവത്തിന്റെ മുമ്പിൽ വന്ന് അവരുടെ സാങ്കല്പിക ദൈവത്തിന്റെ മുമ്പിൽ വന്ന് അർച്ചനകൾ അർപ്പിച്ച് നേർച്ച അർപ്പിച്ചിട്ട് അവർക്കൊരു പ്രാർത്ഥനയുണ്ട്. ഇവിടെ കൊണ്ടൊന്നും എനിക്കറിയില്ല. അവർക്കൊരു ഓംകാര പ്രാർത്ഥന. ഓംകാര പ്രാർത്ഥന. ഓം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ആ ഊ മാ, മൂന്ന് അക്ഷരമാണല്ലോ ഈ ഓം എന്ന് പറയുന്നത്. ആ ഊ മാ, അജയൻ ഉദ്ധാരകൻ മരിപ്പിക്കുന്നവൻ. ആ ഊ മാ, അതാണ് ഓം. അവിടെ ഓംകാര പ്രാർത്ഥന ഹൈന്ദവ സഹോദരങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് അവർ നെഞ്ചത്ത് കൈവച്ചിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. ഓം അസദോമാം സദ്ഗമയ, ഓം അസദോമാം സദ്ഗമയ, തമസോമാം ജ്യോതിർഗമയ, ഓം അസദോമാം സദ്ഗമയ, തമസോമാം ജ്യോതിർഗമയ, മൃത്യോമാം അമൃതം ഗമയ, ഓം അസദോമാം സദ്ഗമയ, തമസോമാം ജ്യോതിർഗമയ, മൃത്യോമാം അമൃതം ഗമയ. ഓം ശാന്തി, ഓം ശാന്തി, ഓം ശാന്തി. അവിടെ പ്രാർത്ഥനയാണ്. അസത്യത്തെ ഞങ്ങളുടെ സത്യത്തിലേക്ക്, അധർമ്മത്തെയും ധർമ്മത്തിലേക്ക്, അനീതിയിൽ നീതിയിലേക്ക് ഞങ്ങളുടെ കൈപിടി ചേർത്തുന്ന ഈശ്വര അവിടെ പ്രാർത്ഥനയാണ്. ആ ഒരു ബഹുമാനത്തിന്റെ പേരിൽ അവരിവിടെ വരുന്നത്. അവർക്കതിൽ വിശ്വാസമുള്ളത് കൊണ്ട്. അതുകൊണ്ട് നമ്മുടെ സൗഹാർദ്ദം അത് എന്ന് നിലനിൽക്കണം. അത് പ്രത്യേകിച്ച് നമ്മുടെ ഈ രാജ്യത്തെ ഏറ്റവും നല്ല മഴവിൽ മനോഹാരിതയാണ് നമ്മുടെ സൗഹാർദ്ദം. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും അങ്ങനെ ഒരു വ്യത്യാസമില്ല. മനുഷ്യര പൊട്ടുതൊട്ട അമ്മയുടെ മകനും തട്ടമിട്ട ഉമ്മയുടെ മകനും കുരിശുമാല അണിഞ്ഞ മാതാവിന്റെ മകനും സഹോദരങ്ങളാണ്. ഈ ഒരു ബോധത്തോട് ജീവിക്കുമ്പോൾ